പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. 2026 ഏപ്രിൽ 20 നടന്ന ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. സാധാരണ പോലെ ജനറൽ ഏരിയയിൽ പ്രധാനമായും 20 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ചോദ്യങ്ങൾ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങളായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം വളരെ റെയറായിട്ടുള്ള ഫാക്റ്റിൽ നിന്നും ചില ഫാക്റ്റുകൾ ചോദ്യങ്ങളായി വന്നിട്ടുണ്ട്. അതുപോലെ ഒരു UPSC പ്രിലിംസ് എക്സാമിൽ നിന്നുള്ള പ്രീവിയസ് ചോദ്യം കൂടെ റെഫർ ചെയ്ത സമയത്ത് കാണാൻ പറ്റുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ തന്നെയാണ് ഈ പ്രാവശ്യം ജനറൽ ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, മാച്ച് ദി പേർപ്പസ് ആൻഡ് നെയിം ഓഫ് വെൽഫെയർ സ്കീംസ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ചില വെൽഫെയർ സ്കീമുകളുടെ പേരുകളും അതിൻ്റെ പേർപ്പസുകളും കൊടുത്തിട്ടുണ്ട്. അത് മാച്ച് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ്. മെഡിക്കൽ എയ്ഡ് ടു സർവൈവേഴ്സ് ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ്. ലൈംഗികാതിക്രമങ്ങളിൽ അതിജീവിച്ചവർക്ക് മെഡിക്കൽ സഹായം. അതുപോലെ ജോബ് സ്കിൽസ് ട്രെയിനിങ് ഫോർ സോഷ്യൽ ഡീവിയൻസ്, തൊഴിൽ നൈപുണ്യ പരിശീലനം. 3 ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഓർഫൻ, അനാഥർക്ക് സാമ്പത്തിക സഹായം. പ്രൊട്ടക്റ്റ് ആൻഡ് ഹെൽപ്പ് അൺവെഡ് മദേഴ്സ്, അവിവാഹിതരായ പ്രായമായ അമ്മമാർക്ക് സംരക്ഷണവും സഹായവും. പേരുകൾ നോക്കാം. A ഭൂമിക, B സ്നേഹപൂർവം, C സ്നേഹസ്പർശം, D മിത്രം. ഇതിൽ ജെൻഡർ ബേസ്ഡ് വയലൻസിന് വിധേയമായിട്ടുള്ള സഹായം എന്നുള്ളത് ഭൂമിക എന്ന് തന്നെയാണ് ആ സ്കീമിൻ്റെ പേര്. അടുത്തത് ജോബ് സ്കിൽ ട്രെയിനിങ് എന്നുള്ളത് മിത്രം സ്കീമിലൂടെയാണ് ജോബ് സ്കിൽ ട്രെയിനിങ് മുന്നോട്ട് വെക്കുന്നത്. അടുത്തത് അനാഥരായ കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായം സ്നേഹപൂർവ്വം സ്കീമാണ്. ആ പേരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് അവിവാഹിതരായ അമ്മമാർക്ക് 1000 രൂപ വീതം പ്രൊവൈഡ് ചെയ്യുന്ന സ്നേഹസ്പർശം എന്ന സ്കീം. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി വുമൺ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആർ ദർ ഇൻ 18th ലോക്സഭ. 18ാമത് ലോക്സഭയിൽ എത്ര വനിതാ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്? ഓപ്ഷൻസ് നോക്കാം. 7, 7, 6, 2, 3. പ്രധാനമായും 7 വനിതാ മന്ത്രിമാരാണ് 18ാമത് ലോക്സഭയിലുള്ളത്. എന്നാൽ ക്യാബിനറ്റ് പദവിയിലുള്ള മന്ത്രിമാർ 2 എണ്ണമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ആണ്, 2 എന്നുള്ളത്. ക്യാബിനറ്റ് പദവിയിൽ 2 പേരാണുള്ളത്. നിർമ്മല സീതാറാം, അതുപോലെ അന്നപൂർണ ദേവ് എന്നിവരാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ഹയാവോ മിയാസാക്കി, വിന്നർ ഓഫ് ദി 2024 റേമൺ മഗ്സസി അവാർഡ്, ഈസ് റീനൗണ്ട് സോഷ്യൽ വർക്കർ, അനിമേറ്റർ, കൺസർവേഷനിസ്റ്റ്, ഡോക്ടർ. ഹയാവോ മിയാസാക്കി എന്നുള്ളത് കറക്റ്റ് ആൻസർ ആനിമേറ്റർ. ഹയാവോ മിയാസാക്കി എന്നത് ഒരു ജാപ്പനീസ് ആനിമേറ്ററാണ്. Question number 4. When did Mannathu Padmanabhan give up law practice and pledge to dedicate his life as full-time secretary of Nayar Service Society? മന്നത്ത് പത്മനാഭൻ തൻ്റെ ലോ പ്രാക്ടീസ് ഉപേക്ഷിക്കുകയും നായർ NSSൻ്റെ ഫുൾ ടൈം സെക്രട്ടറിയായി ജീവിതം അർപ്പിക്കുന്ന ഒരു പ്രതിജ്ഞ ചെയ്ത ഡേറ്റ് ഏതെന്നുള്ളതാണ്. 1914 October 31st, 1915 August 25, 1915 July 11th, 1925 July 30. കറക്റ്റ് ആൻസർ 1915 August 25 എന്നുള്ളതാണ്. വളരെ റെയറായിട്ടുള്ളൊരു ഫാക്റ്റാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഹു എമംഗ് ദി ഫോളോയിങ് വുമൺ ലീഡേഴ്സ് ഓഫ് ദി വേലൂർ മണിമലർക്കാവ് ബ്രസ്റ്റ് ക്ലോത്ത് എഡ്യൂക്കേഷൻ ഡൈഡ് ഇൻ ജൂൺ 2023. 2023 ജൂണിൽ മരണപ്പെട്ട വേലൂർ മണിമലർക്കാവ് മേൽമുണ്ട് സമരത്തിൽ പങ്കെടുത്ത വനിതാ നേതാവ് ആരാണെന്നുള്ളതാണ്. ഒരു കറണ്ട് അഫെയർ ആണിത്. ഓപ്ഷൻ A വേടത്ത് ലക്ഷ്മിക്കുട്ടി, ഓപ്ഷൻ B KC കാളിക്കുട്ടി, ഓപ്ഷൻ C ദാക്ഷായണി വേലായുധൻ, ഓപ്ഷൻ D ദേവകി നമ്പീശൻ. കറക്റ്റ് ആൻസർ ദേവകി നമ്പീശൻ ആണ്. ആറാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ദി വാർഡ് ഡീലിമിറ്റേഷൻ നോട്ടിഫിക്കേഷൻ ഓഫ് September 2024, how many new wards are being added at ഗ്രാമപഞ്ചായത്ത് ലെവൽ?
2024 സെപ്റ്റംബറിലെ വാർഡ് ഡീലിമിറ്റേഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരം ഗ്രാമപഞ്ചായത്ത് ലെവലിൽ എത്ര വാർഡുകൾ ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഓപ്ഷൻ എ 1375, ഓപ്ഷൻ ബി 1577, ഓപ്ഷൻ സി 135, ഓപ്ഷൻ ഡി 1712. കറക്റ്റ് ആൻസർ 1375 ആണ്. ഇതിൽ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് 1577 എന്നുള്ളത്. ഈ വാർഡ് ഡീലിമിറ്റേഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരം മൊത്തത്തിൽ ആഡ് ചെയ്യപ്പെട്ട വാർഡുകളുടെ എണ്ണമാണ് 1577. ഇതിൽ ഗ്രാമപഞ്ചായത്ത് ലെവലിൽ ആഡ് ചെയ്യപ്പെട്ട വാർഡുകളാണ് 1375 എന്നത്. മറ്റുള്ളവ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നീ ലെവലുകളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, മാച്ച് ദി ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് ദി ഫീച്ചർ റിലേറ്റഡ് ടു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. ചില ആർട്ടിക്കിളുകളും ഫീച്ചേഴ്സും ഇത് മാച്ച് ചെയ്യാനുള്ള ചോദ്യമാണ്. ആർട്ടിക്കിൾ 263, ആർട്ടിക്കിൾ 267, ആർട്ടിക്കിൾ 248, ആർട്ടിക്കിൾ 279A. A. Goods and Service Tax Council. B. Interstate Council. C. Contingency Fund. D. Residuary Powers of Legislations. ഇതിൽ ഒന്ന് ചിലർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. ആർട്ടിക്കിൾ 279A എന്നുള്ളത് അത് കണ്ടാൽ മനസ്സിലാക്കാം അതൊരു അമെൻമെൻറ്റിലൂടെ ആഡ് ചെയ്യപ്പെട്ട ആർട്ടിക്കിളാണ് എന്നുള്ളത്. സാധാരണ അമെൻമെൻറ്റിലൂടെ ആഡ് ചെയ്യപ്പെട്ട ആർട്ടിക്കിളുകളുടെ കൂടെ ഒരു ലെറ്റർ കൂടെ ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ ഓപ്ഷൻസിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ GST എന്നത് 2017 ഭരണഘടനയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടതാണ് എന്നുള്ളത് കൂടെ ഓർമ്മയുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻസ് പരിശോധിക്കാം. ഓപ്ഷൻ എ, ഇതിൽ ആർട്ടിക്കിൾ 4 അതുപോലെ ലെറ്റേഴ്സിൽ നിന്ന് എയും 4A എന്നുള്ളത് ഏതൊക്കെ ഓപ്ഷനിലാണ് വന്നിട്ടുള്ളത് നോക്കാം. അപ്പം ഓപ്ഷൻ സിയിലും ഡിയിലുമാണ് 4A മാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. കറക്റ്റ് ആൻസർ പരിശോധിക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഏതൊക്കെയാണ്? 1B ആർട്ടിക്കിൾ 263 എന്നുള്ളത് ഇൻ്റർസ്റ്റേറ്റ് കൗൺസിലാണ് പ്രതിപാദിക്കുന്നത്. 2C എന്നുള്ളത് ആർട്ടിക്കിൾ 267 എന്നുള്ളത് കണ്ടിജൻസി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 248 എന്നുള്ളത് ഇൻ്റർസ്റ്റേറ്റ് കൗൺസിലുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 279 നമ്മൾ പറഞ്ഞു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, വിച്ച് ടു ബിലോ given employment schemes were merged with MGNREGS in 2006. 2006 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമിൽ മെർജ് ചെയ്യപ്പെട്ട സ്കീമുകൾ ഏതൊക്കെയാണ്? താഴെ കൊടുത്തവയിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, ജവഹർ ഗ്രാം സമൃദ്ധി യോജന, നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ഓപ്ഷൻസ് പരിശോധിക്കാം. 1, 2, 1 and 2 only, 2 and 4 only, 1, 2, 4 only, 2 and 3 only. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 and 4 only എന്നുള്ളതാണ്. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയും നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമുമാണ് 2006 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമിൽ മെർജ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, IPC സെക്ഷൻ 124A റിപ്പീൽഡ് ഇൻ ദി ഭാരതീയ ന്യായ സംഹിത പ്രിറ്റൈൻസ്. നമുക്കറിയാം IPC എന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഭാരതീയ ന്യായ സംഹിത എന്ന പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചില മാറ്റങ്ങൾ കൂടെ അതിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ IPC സെക്ഷൻ 124A എന്നത് നിലവിൽ ഭാരതീയ ന്യായ സംഹിതയിൽ മാറ്റപ്പെട്ടിട്ടുണ്ട്. ഈ IPC സെക്ഷൻ 124A എന്നുള്ളത് എന്തിനെയാണ് പ്രിറ്റൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് അതിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ എ, കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്, അശ്രദ്ധ മൂലമുണ്ടാകുന്ന മരണം അഥവാ മനഃപൂർവ്വമല്ലാത്ത കൊല. ബി, അഡൾട്ടറി വ്യഭിചാരം. സി, അറ്റംപ്റ്റഡ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുക. ഓപ്ഷൻ ഡി, സെഡിഷൻ രാജ്യദ്രോഹ കുറ്റം.
കറക്റ്റ് ആൻസർ സെഡിഷൻ ആണ്. രാജ്യദ്രോഹ കുറ്റമാണ് IPC സെക്ഷൻ 124A ഉൾപ്പെട്ടിട്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഓഥർ ഓഫ് ദി ബുക്ക് മലബാർ കലാപം 1921 to 1922 എന്നുള്ള ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ള ഓഥറിൻ്റെ പേരാണ് K. മാധവൻ നായർ. ഓപ്ഷൻ ബി മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ഓപ്ഷൻ സി M. ഗംഗാധരൻ. ഓപ്ഷൻ ഡി RH. ഹിച്ച്കോക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, M. ഗംഗാധരൻ. അടുത്ത ചോദ്യം, ദി ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റം ഈസ് ടു എൻഷുർ വിച്ച് എമംഗ് ദി ഫോളോയിങ്. പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവുകൾ, പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? താഴെയുള്ളവയിൽ. 1. പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, ഭരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം. 2. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, ജനാധിപത്യ വികേന്ദ്രീകരണം. അടുത്തത് പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി, രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തം. 4. ഫിനാൻഷ്യൽ മൊബൈലൈസേഷൻ, സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ മൊബൈലൈസേഷൻ, ധന സമാഹരണം. ഇതിൽ ഓപ്ഷൻസ് നോക്കാം. 1, 2 and 4 only, 3 and 4 only, 1 and 2 only. ഓപ്ഷൻ ഡി 2 only. ഇതിൽ 1ഉം 2ഉമാണ് പഞ്ചായത്തി രാജിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവായി കണക്കാക്കാൻ പറ്റുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1 and 2 only എന്നുള്ളത്. ഇത് 2015 UPSC പ്രിലിംസ് ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സ്കീം ലോഞ്ച്ഡ് ഇൻ 2016 ഫോർ പ്രൊമോട്ടിംഗ് എൻ്റർപ്രീനർഷിപ്പ് എമംഗ് വുമൺ ആൻഡ് SC/ST കമ്മ്യൂണിറ്റീസ് ഇൻ കേരള. സ്ത്രീകൾക്കും അതുപോലെ തന്നെ SC/ST കമ്മ്യൂണിറ്റികൾക്കുമിടയിൽ എൻ്റർപ്രീനർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി 2016 ലോഞ്ച് ചെയ്ത സ്കീമിൻ്റെ പേരാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. ഓപ്ഷൻ ബി സഹയോഗിനി സ്കീം. ഓപ്ഷൻ സി പ്രധാനമന്ത്രി മുദ്ര യോജന. ഓപ്ഷൻ ഡി മഹിള ഇ-ഹാത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം എന്നുള്ളതാണ്. 13ാമത്തെ ചോദ്യം, ഹു വാസ് ദ ലോൺ ഫീമെയിൽ മെമ്പർ ഇൻ ദി പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ദാറ്റ് എക്സാമിൻഡ് ദി പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് അമെൻമെൻറ്റ് ബിൽ 2021 ദാറ്റ് പ്രൊപ്പോസ്ഡ് ടു ഇൻക്രീസ് ദ മാരേജബിൾ ഏജ് ഫോർ ഗേൾസ് ടു 21. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റിയിലെ ഏക വനിതാ മെമ്പർ ആളുടെ പേരാണ് ചോദ്യം. ഓപ്ഷൻ എ സ്മൃതി ഇറാനി. ഓപ്ഷൻ ബി സുഷ്മിത ദേവ്. ഓപ്ഷൻ ഡി PT ഉഷ. ഓപ്ഷൻ ഡി രമ്യ ഹരിദാസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സുഷ്മിത ദേവാണ്. അടുത്ത ചോദ്യം, ഇന്ത്യ സെക്യൂർഡ് എ ടോട്ടൽ ഓഫ് ഹൗ മെനി മെഡൽസ് ഇൻ ദി പാരീസ് പാരാലിമ്പിക്സ് 2024? 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ ടോട്ടൽ എത്ര മെഡൽസ് നേടി? നമുക്കറിയാം പാരാലിമ്പിക്സ് എന്നുള്ളത് അംഗവൈകല്യ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കുള്ള ഒളിമ്പിക്സ് ആണ്. അപ്പോൾ 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ ടോട്ടൽ എത്ര മെഡൽസ് നേടി? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 29, ഓപ്ഷൻ സി 19, ഓപ്ഷൻ ഡി 18. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബി 29 ആണ്. അടുത്ത ചോദ്യം, which among the following statements about Mullaperiyar Dam is or are correct? ഒന്ന്, this masonry gravity dam is 176 feet high from the foundation. ഇതൊരു മെസണറി ഗ്രാവിറ്റി ഡാമാണ്. ഇതിന് ഫൗണ്ടേഷനിൽ നിന്ന് 176 അടി ഉയരമാണുള്ളത്. ദി കൺസ്ട്രക്ഷൻ കംപ്ലീറ്റഡ് ഇൻ 1887 ബൈ മേജർ ജോൺ പെന്നിക്കിക് ആണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ്. 1877 ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. ഇൻ 2014 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അപ്ഹെൽഡ് ഇറ്റ്സ് 2006 verdict to raise the water level up to 152 feet.
2014 സുപ്രീം കോടതി ഇതിൻ്റെ വാട്ടർ ലെവൽ 152 ഫീറ്റിലേക്ക് ഉയർത്താൻ അനുമതി നൽകി എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. അടുത്തത്, ദി ഡാം ഈസ് ഓപ്പറേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള. ഈ ഡാം ഓപ്പറേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഗവൺമെൻറ് ഓഫ് കേരളയാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് പരിശോധിക്കാം. 1ഉം 3ഉം മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 2ഉം 4ഉം, ഓപ്ഷൻ ഡി 1 മാത്രം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1 മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. 1877 ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി എന്നാണ് പറയുന്നത്. 1877 ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തത് 152 ഫീറ്റ് അല്ല 142 ഫീറ്റ് ഉയർത്താനാണ് അന്ന് കോടതി ഉത്തരവിട്ടത്. അടുത്തത് ഗവൺമെൻറ് ഓഫ് കേരള അല്ല, ഗവൺമെൻറ് ഓഫ് തമിഴ്നാടാണ് ഈ ഡാം ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതുമെല്ലാം. അടുത്ത ചോദ്യം, പോർട്ട് ബ്ലെയർ ദി ക്യാപിറ്റൽ സിറ്റി ഓഫ് ദി യൂണിയൻ ടെറിട്ടറി ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഈസ് റീനെയിംഡ് ആസ്. നമുക്കറിയാം യൂണിയൻ ടെറിട്ടറി ഓഫ് ആൻഡമാൻ നിക്കോബാറിൻ്റെ ക്യാപിറ്റലായിരുന്നു പോർട്ട് ബ്ലെയർ. അതിൻ്റെ പേരിപ്പോൾ റീനെയിം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. എ വിജയപുരം, ഓപ്ഷൻ ബി നേതാജി നഗർ, ഓപ്ഷൻ സി ശ്രീ വിജയപുരം, ഓപ്ഷൻ ഡി വിജയനഗർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ശ്രീ വിജയപുരമാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്. താഴെ കൊടുത്ത് മണി ബില്ലുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്ന്, മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ രാജ്യസഭ വിത്ത് പ്രിയർ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം രാജ്യസഭയിൽ മണി ബിൽ അവതരിപ്പിക്കാവുന്നതാണ്. 2, രാജ്യസഭ ക്യാനോട്ട് റിജക്റ്റ് എ മണി ബിൽ. രാജ്യസഭയ്ക്ക് മണി ബിൽ റിജക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. 3, രാജ്യസഭ ക്യാൻ അമെൻഡ് മണി ബിൽ. രാജ്യസഭയ്ക്ക് മണി ബിൽ അമെൻഡ് ചെയ്യാം, ഭേദഗതി വരുത്താം മണി ബില്ലിൽ. 4, രാജ്യസഭ ക്യാൻ മേക്ക് റെക്കമെൻഡേഷൻ ഓൺ എ മണി ബിൽ. രാജ്യസഭയ്ക്ക് മണി ബില്ലിൽ സജഷൻസ് നടത്താം. ഓപ്ഷൻസ് നോക്കാം. 1 and 3 only, 1, 3 and 4 only. Option C 2 and 4 only. Option D none of the above. പരിശോധിക്കാം. മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ രാജ്യസഭ. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കാം. പ്രസിഡൻറ്റിൻ്റെ റെക്കമെൻഡേഷനോടെ രാജ്യസഭയിൽ മണി ബിൽ അവതരിപ്പിക്കാം. തെറ്റാണ്. കാരണം മണി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാനേ പാടില്ല. അത് പ്രസിഡൻറ്റിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലും സാധ്യമല്ല. അടുത്ത, രാജ്യസഭ ക്യാനോട്ട് റിജക്റ്റ്. രാജ്യസഭയ്ക്ക് മണി ബിൽ റിജക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കറക്റ്റാണ്, രാജ്യസഭയ്ക്ക് മണി ബിൽ റിജക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അടുത്തത്, രാജ്യസഭയ്ക്ക് മണി ബിൽ അമെൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്, അതും തെറ്റാണ്. രാജ്യസഭയ്ക്ക് മണി ബിൽ അമെൻഡ് ചെയ്യാനും സാധിക്കില്ല. അടുത്തത്, രാജ്യസഭ ക്യാൻ മേക്ക് റെക്കമെൻഡേഷൻ ഓൺ മണി ബിൽ. മണി ബില്ലിൽ റെക്കമെൻഡേഷൻ സജഷൻസ് നടത്താനുള്ള അവകാശം രാജ്യസഭയ്ക്കുണ്ട്. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേതും മൂന്നാമത്തേതുമാണ്. അതായത് പ്രസിഡൻറ്റിൻ്റെ റെക്കമെൻഡോട് കൂടി രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിക്കാം എന്നുള്ളതും മണി ബില്ല് രാജ്യസഭയ്ക്ക് അമെൻഡ് ചെയ്യാം എന്നുള്ളത്, ഭേദഗതി വരുത്താം എന്നുള്ളതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1 and 3, 1 and 3 only എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി നെയിം ഓഫ് ദി മൗത്ത് പീസ് ഓഫ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം പബ്ലിഷ്ഡ് ഇൻ 1904 വാസ് എ ട്രൈബ്യൂട്ട് ടു ഹൂം. 1904 പബ്ലിഷ് ചെയ്യാൻ ആരംഭിച്ച ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതായത് SNDPയുടെ മുഖപത്രമുണ്ട്. ആ മുഖപത്രം, അതിൻ്റെ പേര് ആർക്കുള്ള ആദരസൂചകമായിട്ടാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം അതിൻ്റെ പേരറിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും ഇതിന് ആൻസർ. മുഖപത്രത്തിൻ്റെ പേര് വിവേകോദയം എന്നതാണ്. ഇനി ഓപ്ഷൻസ് പരിശോധിക്കാം. ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദ, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി തൈക്കാട് അയ്യാവ് സ്വാമികൾ. പേര് പരിശോധിക്കാം. വിവേകോദയം എന്നുള്ളത് എന്താണ്? സ്വാമി വിവേകാനന്ദനോടുള്ള
ആദരസൂചകമായി നൽകിയ പേരാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്വാമി വിവേകാനന്ദ. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, ഇൻഫർമേഷൻ കൺസേണിങ് ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് എ പേഴ്സൺ മസ്റ്റ് ബി പ്രൊവൈഡഡ് വിത്തിൻ 48 hours. ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും ആയി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അതിന് റിപ്ലൈ കിട്ടിയിരിക്കണം. 2, പ്രൊട്ടക്ഷൻ ഓഫ് ദി ആക്ഷൻ ഇൻ ഗുഡ് ഫെയ്ത്ത് പ്രൊവിഷൻസ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു എ PIO ഫോർ unknowingly disclosing exempted information. ആക്ഷൻ ഇൻ ഗുഡ് ഫെയ്ത്തിന് PIOയുടെ അടുത്ത്, അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അടുത്ത് അത് നോട്ട് അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. അടുത്തത്, ദി ടൈം ലിമിറ്റ് ഫോർ ഡിസ്പോസൽ ഓഫ് ദി ഫസ്റ്റ് അപ്പീൽ ബൈ ദി ഫസ്റ്റ് അപ്പലറ്റ് അതോറിറ്റി ഈസ് അപ് ടു 16 days. ഇത് ഫസ്റ്റ് റിപ്ലൈ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് 60 ദിവസത്തിനുള്ളിലാണ് ഫസ്റ്റ് അപ്പീലിൻ്റെ ഡേറ്റ് എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. ലാസ്റ്റ് വൺ, ദി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ഹാസ് ബീൻ റിപ്പീൽഡ് ആഫ്റ്റർ ദി എനാക്ട്മെൻറ്റ് ഓഫ് RTI ആക്ട് 2005. 2005 RTI ആക്ട് വന്നതോടുകൂടി 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് റദ്ദ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ്. ഓപ്ഷൻസ് പരിശോധിക്കാം. 1 and 3 ഓൺലി, 2 and 4 ഓൺലി, 1, 2 and 4 ഓൺലി, 2 and 3 ഓൺലി. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2 and 3 ഓൺലി എന്നുള്ളത്. അതായത് RTI ആക്ടിന് റോങ് സ്റ്റേറ്റ്മെൻറ്റ്, RTI ആക്ടുമായി ബന്ധപ്പെട്ട് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ 2ഉം 3ഉമാണ്. പരിശോധിക്കാം. ആക്ഷൻ ഇൻ ഗുഡ് ഫെയ്ത്തിന് അത് നോട്ട് അപ്ലിക്കബിൾ ആണെന്നാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ ആക്ഷൻ ഇൻ ഗുഡ് ഫെയ്ത്ത് അപ്ലിക്കബിൾ ആണ്. അടുത്തത് 3 എന്നുള്ളത്, അതിൻ്റെ ടൈം ലിമിറ്റ് 16 days അല്ല, 30 days ആണ്. അതുപോലെ ചില സാഹചര്യങ്ങളിൽ 45 days വരെ ആക്കാറുണ്ട്, എന്നാൽ 60 days എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളത് 2ഉം 3ഉമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ്. പുലയ മഹാസഭ, ഹിന്ദു പുലയ സമാജം, കേരള പുലയർ മഹാസഭ, കൊച്ചി പുലയ മഹാസഭ. കുറുമ്പൻ ദൈവത്താൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, C അയ്യങ്കാളി, PK ചാത്തൻ മാസ്റ്റർ. ഇതിൽ പുലയ മഹാസഭ എന്നുള്ളത് അയ്യങ്കാളി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താനാണ്. കേരള പുലയ മഹാസഭ PK ചാത്തൻ മാസ്റ്ററാണ്. 4, കൊച്ചിൻ പുലയ മഹാസഭ എന്നുള്ളത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 C, 2 A, 3 D, 4 B.